പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ക്രിഷ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ വരുൺ. മാത്രവുമല്ല, ഇതോടെ വരുൺ അവനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ ഇനി ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവർ. പക്ഷേ ഇതിനിടയിലാണ് കാര്യങ്ങളെല്ലാം മാനസയും കൂട്ടരും അറിയാനിടയാകുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പുതിയൊരു വഴിക്ക് കൊണ്ടുപോകണം എന്ന് ആൻറ്റിയമ്മ പറയുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ നിനക്കൊരിക്കലും കൃഷിനെ കിട്ടുകയില്ല. ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം. ഇപ്പോൾ തന്നെ കൃഷിനെ അവൾ ജയിലിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു. അതോടെ കൃഷ് എന്തായാലും ഇനി അവളെയെ സ്വീകരിക്കൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ബുദ്ധിപൂർവമായി നമ്മൾ ഇനി പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. ആൻറ്റിയമ്മ, കൃഷിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ കൃഷിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു തന്ത്രം എനിക്ക് പറഞ്ഞു തന്നേ മതിയാകൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഇതേ സമയം കൃഷാകട്ടെ വന്നു കണ്ടിരിക്കുകയാണ് കൺമണിയുടെ അച്ഛനെ. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണി ഇനി എൻ്റേത് മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷ്. ഇവളെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് ഉറപ്പ് തന്നെയാണ്. ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കേട്ട് വളരെയധികം സന്തോഷമുണ്ടാകുന്ന അയാൾ നിങ്ങളുടെ വിവാഹത്തിന് എനിക്കും സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം ധനലക്ഷ്മിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു. ഇതോടെ എന്ത് ചെയ്യണമെന്ന് ധനലക്ഷ്മി ആലോചിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.